ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈം ആണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ലാട്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർ എന്തായാലും ഈ ഒരു വീഡിയോ കാണണം. ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ എത്ര നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളുടെ ഓഡിയൻസ് ഫ്രീ ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് എപ്പോഴാണ് ഫ്രീ ആവാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെയധികം സിമ്പിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് നമ്മളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാതെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു യൂട്യൂബിന്റെ ടിപ്സ് പറയുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്റെ ചാനലിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ മുന്നും ഇതുപോലെ യൂട്യൂബിന്റെ ടിപ്സ് പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ അധികം സംസാരിച്ച നേരം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിന്ന് ബെസ്റ്റ് കമന്റർ ആയിട്ട് നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്തെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം. ബെസ്റ്റ് കമന്റർ ആയിട്ടുള്ള ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. എന്തുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ കുറെ നോക്കി എങ്ങനെയാണ് ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ല. യൂട്യൂബിലൊക്കെ നോക്കി, പക്ഷെ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമന്റിൽ പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ കുറെ നോക്കി സ്ക്രീൻ റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് കമന്ററെ സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നല്ല അടിപൊളി കണ്ടന്റ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു ടൈമിലാവണം നമ്മൾ നമ്മുടെ ചാനലിൽ കണ്ടന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ ആയിട്ട് കാണാം. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴാണോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് വേണം നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ബെസ്റ്റ് ടൈം ടു അപ്ലോഡ് വീഡിയോ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യൂട്യൂബ് അൽഗോരിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ ഓഡിയൻസ് ഏത് ടൈമിലാണ് ഫ്രീ ആവുന്നതെന്നുള്ളത്. യൂട്യൂബിന്റെ അൽഗോരിതം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ടൈം നമ്മൾ സെലക്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വ്യൂസ് കിട്ടുന്നുണ്ടോ, എൻഗേജ്മെന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈമും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് കിട്ടുന്ന ടൈമുമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ കാണണ്ട കേട്ടോ. അതല്ല, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിന്റെ പ്രശ്നം തന്നെയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഞാൻ അതിൽ കുറച്ച് ടൈംസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ വീഡിയോസ് ഇപ്പോൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ടൈം നിങ്ങൾ മാറ്റണ്ട കേട്ടോ. അതല്ല, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സമയങ്ങൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ 6 മണി മുതൽ ഒരു 9 മണി വരെയുള്ള സമയമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ നോർമൽ ഡേയ്സിൽ എല്ലാവരും റെഡി ആവുന്ന ഒരു ടൈമാണ്. അതായത് ജോലിക്ക് പോകുന്നവരായാലും അല്ലാത്തവരായാലും എണീറ്റ് റെഡി ആവുന്ന ആ ഒരു ടൈമാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്നവരായാലും ഓഫീസിൽ പോകുന്നവരായാലും എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ രാവിലെ 6 മണി മുതൽ 9 മണി
സമയത്ത് എന്തായാലും നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുക്കുന്നത് ഇപ്പോഴായ പിന്നെ ഫോണാണല്ലേ. അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്ത് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സജഷൻ ആയിട്ട് വരുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയാണ്. ഈ ഒരു ടൈം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഓഫീസിലുള്ളവരായാലും അവർക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉള്ള ടൈമാണ്. ഈ ഒരു ടൈമിലും എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ടൈമിന്റെ സജഷനാണ് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം. അതിപ്പോൾ വീട്ടിലുള്ളവരായാലും പുറത്ത് ജോലിക്ക് പോകുന്നവരായാലും എല്ലാവരും ഒന്ന് റിലാക്സ് ആവുന്ന ടൈമാണ്. അപ്പോൾ റിലാക്സ് ആവുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റയൊക്കെ നോക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടും. ഇനി നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് രാത്രിയാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. 12 മണിക്ക് മുന്നായിട്ട് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് വീഡിയോ പബ്ലിഷ് ആവണം എന്നുള്ള രീതിയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു ടൈമിലാവുമ്പോൾ നമ്മൾ ഈ കോളേജ് പിള്ളേർ അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരിക്കും. അതായത് ലേറ്റ് നൈറ്റിൽ കേട്ടോ. അപ്പൊ നമ്മൾ 4 കാറ്റഗറിയിലുള്ള ടൈം പറഞ്ഞു തന്നു. ഒന്ന് രാവിലെ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം പറഞ്ഞു. പിന്നെ വൈകിട്ടാണെങ്കിൽ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റിലാണ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും നമുക്ക് ഏത് ടൈമാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളാണ്. അപ്പോൾ ആ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയ സമയം എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ തന്നെയാണ്. കാരണം വീക്ക് ഡേയ്സ് ആകുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരുണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഫ്രീ ആയി ഒന്ന് റിലാക്സ് ആവുന്ന ടൈമാണ് 6:30 മുതൽ 9 മണി വരെയുള്ള സമയം. അപ്പോൾ വീക്ക് ഡേയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാം. ഇനി വീക്കെൻഡിലാണ് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 10 മണി മുതൽ 1 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം രാവിലെ. വീക്കെൻഡ് ആവുമ്പോൾ എല്ലാവരും എണീക്കാനൊക്കെ ലേറ്റ് ആവും. അപ്പോൾ രാവിലെ ഒരു 10 മണി തുടങ്ങി 1 മണി വരെയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം എല്ലാവരും എണീറ്റ് വരുന്ന ഒരു സമയമായിരിക്കാം. എന്തായാലും വീക്കെൻഡ് ആകുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും റെസ്റ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എണീറ്റ് വരുമ്പോഴത്തേനും യൂട്യൂബിൽ നമ്മളുടെ വീഡിയോസ് വന്നോളും. അറിയാലോ, വീക്കെൻഡിൽ കാര്യങ്ങളൊക്കെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ എല്ലാവരും റിലാക്സ് ആയിട്ട് എണീക്കുള്ളൂ, റിലാക്സ് ആയിട്ട് വീഡിയോസ് ഒക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. അതല്ല തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൈമൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ സമയങ്ങളൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അനലിറ്റിക്സിലൂടെ ഏത് ടൈമിലാണ് നമ്മളുടെ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ളത്, നമ്മളുടെ വീഡിയോസ് കാണാനായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബെസ്റ്റ് ടൈം ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഓഡിയൻസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫ്രീ ആവുന്നെന്നുള്ളത് നോക്കാനായിട്ട് പറ്റുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമും പബ്ലിഷ് ചെയ്യുന്ന ടൈമും വേറെ വേറെ ആയിരിക്കണം. അതായത് യൂട്യൂബിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലിയർ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന്റെ കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് വീഡിയോ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിംഗ് ഒന്നും കംപ്ലീറ്റ് ആവില്ല. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ എപ്പോഴും അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും HD-യിലും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ടിന്റെ ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ പബ്ലിക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയും ഓഡിയോയുടെ ക്ലാരിറ്റി ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ പബ്ലിക് ആക്കാതെ അൺലിസ്റ്റഡ് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും പറ്റും.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവാനായിട്ടാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നല്ല ക്ലിയർ ഉള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലിയർ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോകും കേട്ടോ. അപ്പോൾ യൂട്യൂബിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, അത് ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ലൈറ്റ് ഒട്ടും ഇല്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആരും കമന്റിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മുന്നത്തെ വീഡിയോസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോക്ക് ലൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്കും സെയിം പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം. അതല്ലെങ്കിൽ എൻ്റെ ഫോണിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പുറത്ത് മഴക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ലൈറ്റ് കുറവായിട്ടുള്ളത്. ഇനി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഏത് ടൈമാണ് ബെസ്റ്റ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസവും ആള് നമ്മുടെ വീഡിയോ ഏത് സമയത്താണോ കണ്ടത് ആ ടൈമിലായിരിക്കാം വീഡിയോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം ഇങ്ങനെ മാറ്റി മാറ്റി പോവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഏത് ടൈമിലാണോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആ ടൈമിൽ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് പറയാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.